ആത്മമിത്രം ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം 46 സങ്കീർത്തനം അതിൻ്റെ 1-5 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 5 വാക്യം, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ഏതൊരു ഭക്തൻ എന്ന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ആവശ്യമായ സംരക്ഷണവും സഹായവും നൽകുന്ന ദൈവത്തെയാണ് നാം ഈ വാക്കുകൾ കാണുന്നത്. എന്നാൽ അത് അവകാശമാക്കുവാൻ ദൈവം നമ്മുടേതാണെന്ന് പറയുന്നവർക്ക് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ, ദൈവത്തെ കർത്താവെന്നും രക്ഷിതാവെന്നും വിളിക്കുവാൻ, കർത്താവിൻ്റെ ഉടയവനാണെന്ന് പറയുവാൻ കഴിയുന്നവർക്ക് അവർക്ക് എപ്പോഴും അവകാശപ്പെടുത്താവുന്ന ഒരു വാഗ്ദത്തമാണിത്. കർത്താവ് പറയുന്നു, അവൻ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സങ്കേതത്തിനായി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക. അവനാണ് സങ്കേതപട്ടണം. ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിലും ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും അവങ്കിലേക്ക് ഓടിച്ചെല്ലുക. മാത്രമല്ല, അവനാണ് നമ്മുടെ ബലം. ഏത് പ്രതിസന്ധി തരണം ചെയ്യുവാനുള്ള ബലം തരുന്നതും അവിടുന്നാണ്. ഹബക്കൂക്ക് പ്രവാചകൻ, അവൻ എൻ്റെ കാലുകളെ മാൻപയുടെ കാൽക്ക് തുല്യമാക്കി തൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. എൻ്റെ ബലമായി കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് തന്നെ 18 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവെന്ന് നെഹമ്യാവ് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ബലത്തിൽ നമ്മൾ ആശ്രയിക്കും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നിൽ വസിപ്പീൻ. അതായത് കർത്താവിൻ്റെ ബലം നമ്മുടെ ബലമായി നാം അവകാശപ്പെടുത്തുമ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാൻ നമുക്ക് കഴിയും. മാത്രമല്ല, അടുത്ത വാചകത്തിൽ പറയുന്നത്, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഒരു ദൈവപൈതലിന് കഷ്ടങ്ങളില്ല എന്നല്ല. 34 സങ്കീർത്തനത്തിൽ പറയുന്നത്, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ആശ്വസിക്കുവാനും സമാധാനപ്പെടുവാനുള്ള വാഗ്ദത്തം നമുക്ക് തന്നിരിക്കുന്നു. അത് എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഇവിടെയും ദൈവജനത്തിന് കഷ്ടതകളും പ്രയാസങ്ങളും ഇല്ല എന്നല്ല പറയുന്നത്. എന്നാൽ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു കർത്താവ്. അവൻ നമ്മെ വിട്ടിട്ട് പോകത്തില്ല. അവൻ നമ്മെ അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, 23 സങ്കീർത്തനത്തിൽ പറയുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടി നടക്കുമ്പോൾ അവൻ എന്നോട് ചേർന്ന് നടക്കും, എന്നോട് കൂടെയിരിക്കും, എന്നെ ആശ്വസിപ്പിക്കും, എനിക്ക് ആലോചന പറഞ്ഞു തരും, എനിക്ക് വഴി കാണിച്ചു തരും, എൻ്റെ കരം പിടിച്ചെന്നെ നടത്തും. ഞാൻ തളർന്നു പോകുവാനും ക്ഷീണിച്ചു പോകുവാനും ഇടവരുത്താതെ എന്നെ ശക്തീകരിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. 5 വാക്യത്തിൽ പറയുന്നത്, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ഏത് പ്രശ്നത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും അതിൻ്റെ മധ്യത്തിൽ കർത്താവുണ്ട്. 4 യാമത്തിൽ ആ തിരമാലകൾ അലയടിച്ചുയർന്ന ആ പടക് മുങ്ങുമാറായി എന്ന് തോന്നുന്ന സമയത്ത് കർത്താവ് അതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവിന് കടന്നു വരുവാൻ കഴിയും. എല്ലാം ചുറ്റുമുള്ളതെല്ലാം അടച്ചിരുന്നാലും ആ കതകടച്ച് മുറിക്കുള്ളിലിരുന്ന് ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നമ്മുടെ ഏത് പ്രയാസത്തിൻ്റെ മധ്യത്തിലേക്കും ഇറങ്ങി വരും. മാത്രമല്ല, അതികാലത്ത് തന്നെ അവനതിനെ സഹായിക്കും. ആ പ്രശ്നത്തിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ അതിനുള്ള പരിഹാരവുമായി സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കും. എന്നാൽ പലപ്പോഴും വഴിയിൽ വെച്ച് ആ ദുഷ്ടശക്തികൾ അതിനെ തടുക്കുമെങ്കിലും സ്വർഗത്തിലെ ദൈവം വീണ്ടും തൻ്റെ ആ മീഖായേലിനെ അയച്ച് അതിന് മറുപടി തക്ക സമയത്ത് കൊടുക്കും. അതികാലത്ത് തന്നെ. നീ എനിക്ക് പ്രിയനാകിയാൽ നിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ
ദൈവത്തിൽ നിന്ന് അതിനുള്ള മറുപടി പുറപ്പെട്ടു എന്നാണ് ദാനിയേലിനോട് പറയുന്നത്. നമുക്കുമുള്ള മറുപടികൾ, നമുക്കുമുള്ള പരിഹാരങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും അത് നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ അവകാശത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് വരും നിശ്ചയം. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഒരു പ്രാവശ്യം കൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് പറയാം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഇന്ന് പകൽക്കാലം ഈ വാഗ്ദത്തത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടതരട്ടെ. ഗോഡ് ബ്ലെസ്.